ഒരു ന്യൂലി ഗ്രാജുവേറ്റ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏതെങ്കിലും നേഴ്സസ് ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് സാധാരണ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അതിന് എങ്ങനെ ആൻസർ പറയേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാൻഡിഡേറ്റിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ചോദിക്കും. അത് മസ്റ്റാണ്, എല്ലാ ഇൻ്റർവ്യൂവിലും ഉണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ചോദിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ? എന്തിനാണ് നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ സ്ഥലം പ്രിഫർ ചെയ്യുന്നത്? ഇതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത് വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഇത് ചിലരൊക്കെ ചോദിക്കും. ചിലർ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിർത്തും. ചിലപ്പോൾ നമ്മൾ അവരുടെ ഒരു ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ ഒരു കേപ്പബിലിറ്റി എങ്ങനെയാണ്, കപ്പാസിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് യൂഷ്വലി 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലർ 2 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കും. പിന്നെ സാധാരണ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആളോട് ചോദിക്കുന്നത് എന്താണ്? വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് എ ചലഞ്ച് യു ഫേസ്ഡ്, മീൻസ് യു ഹാവ് ഫേസ്ഡ് ഡ്യൂറിങ് യുവർ എക്സ്പീരിയൻസ് പീരീഡ്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഈ ചലഞ്ചസ് ഒക്കെ ഒരു എക്സ്പീരിയൻസിനോട് ചോദിക്കുന്നതാണ്. ബാക്കി 2 എണ്ണം, അതപ്പോൾ നമ്മളൊരു 3 എണ്ണത്തിൻ്റെ ആൻസർ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആൾ പഠിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ചോദിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആൻസറോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അറിയാനായിട്ടല്ല. കാരണം നിങ്ങളവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റെസ്യൂമിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് അറിയാം. പക്ഷേ പിന്നെ എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, ഹൗ ടു ഡെലിവർ എ ടോക്ക്, മീൻസ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് അസസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു 50% ഇൻ്റർവ്യൂവിൻ്റെ അസസ് ചെയ്യുന്ന ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മളെന്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് പറയാതെ സാധാരണ കോൺവെർസേഷൻ പറയുന്നത് പോലെ പറയണം. അപ്പോൾ അതിനുള്ള 2 എക്സാമ്പിൾ ഞാൻ പറയാം. 2 സിമ്പിളായിട്ട് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 2 എണ്ണം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ പോകരുത്. ആദ്യമേ തന്നെ നിങ്ങൾ തപ്പുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രിപ്പറേഷൻ ഇല്ല, എടുക്കാനുള്ള ചാൻസും കുറവാണ്. സോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൻ്റെ അത് നമ്മൾ മൈ നെയിം, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് എന്നൊക്കെ പറയുന്നേക്കാൾ ആസ് മെൻഷൻഡ് ഇൻ മൈ റെസ്യൂമി, മൈ സെൽഫ് സോ ആൻഡ് സോ. അപ്പോൾ ഇത് ഓൾറെഡി റെസ്യൂമിൽ എഴുതിയിട്ടുണ്ടല്ലോ, മീൻസ് ഓൾറെഡി മെൻഷൻ ഇൻ റെസ്യൂമി മൈ സെൽഫ്, പേര് പറയുക. ആൻഡ് ഐ റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് വിത്ത് എ BSc nursing or bachelor or in diploma or MSc, doesn't matter, in nursing firm. ഫ്രം എന്ന് പറഞ്ഞാൽ ഏത് കോളേജാണ് ഇത് പറയുക. അപ്പോൾ മീൻസ് ആസ് മെൻഷൻ ഇൻ റെസ്യൂമി മൈ സെൽഫ് സോ ആൻഡ് സോ ആൻഡ് ഐ റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് വിത്ത് എ ബാച്ചിലർ നേഴ്സിംഗ് ഓർ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ഫ്രം വിച്ച് നേഴ്സിംഗ് കോളേജ്. ആ നേഴ്സിംഗ് കോളേജിൻ്റെ പേര് നിങ്ങൾ പറയണം. പിന്നെ പുറത്തൊക്കെയാണെങ്കിൽ ആ സ്ഥലവും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് നിങ്ങൾക്ക് ഇച്ചിരി സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറയാം. ഇതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ സെയിം ആണ്. മൈ സെൽഫ് സോ ആൻഡ് സോ ആൻഡ് ഐ റീസെൻ്റ്ലി കംപ്ലീറ്റഡ് മൈ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നേഴ്സിംഗ് ഫ്രം നിങ്ങളുടെ കോളേജ് പറയുക. മീൻസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ കർണാടകയിലൊക്കെയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്നും കൂടെ പറയുന്നത് നല്ലതാണ്. ഐ ഹാവ് ഓൾവേസ് ബീൻ പാഷനേറ്റഡ് അബൌട്ട് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് വിച്ച് ലീഡ് മീ ടു പെർസ്യൂ എ കരിയർ ഇൻ നഴ്സിംഗ്. During my studies, I gained theoretical knowledge and practical skill through clinical training in area like patient care, basic medical procedures and teamwork. I am eager to apply that I have earned and continue developing my skill in a real healthcare settings. I am a quick learner, നമ്മുടെ പോസിറ്റീവ് പോയിൻ്റാണ്. Compassionate and dedicated to provide quality care to patients. I am excited about this opportunity and look forward to contributing to your team while growing as a professional nurse. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലും സിമ്പിളായിട്ടും ഒക്കെ പറയാം, പക്ഷേ ഇത്രയെങ്കിലും ഒരു ഇതിൽ പറയുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തത്? കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനും നമ്മൾ ആൻസർ പറയാം. ഐ വോണ്ട് ടു വർക്ക് അറ്റ് ഹോസ്പിറ്റൽ, ദിസ് ഹോസ്പിറ്റൽ, അറ്റ് സോ ആൻഡ് സോ ഹോസ്പിറ്റൽ ബിക്കോസ് of its strong reputation for providing compassionate and high quality patient care. As a newly graduate nurse, I am eager to learn from experienced healthcare professionals and develop my skills in a supportive environment.
I admire the hospital's commitment to innovation and teamwork, and I believe working here will allow me to grow both professionally and personally while contributing to excellent patient care. ഇതൊരു ആൻസറാണ്. അടുത്തത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ I want to work here, I want to work here because I admire the hospital reputation for providing excellent patient care. As a newly graduate nurse, I am eager to learn and grow in a supportive environment. I believe this hospital will give me the opportunity to develop my skill and contribute to helping patients with dedication and compassion. ഇതും നിങ്ങൾക്ക് പറയാം. അപ്പോൾ എല്ലാത്തിനും 2 എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം. പ്രിപ്പയർ ചെയ്യുക എന്നുള്ള മസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ മാത്സ് 2 ക്വസ്റ്റ്യൻസാണ് ഐഡിയലി ചോദിക്കാറ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസും ഒരു വർഷം 2 വർഷമുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? അത് നിങ്ങൾ അറിഞ്ഞിരുന്നോണം. സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്? അപ്പോൾ സ്ട്രെങ്ത് പറയുമ്പോൾ ഓക്കെ നമുക്ക് പറയാം. വീക്ക്നെസ് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനൂടെ അറ്റാച്ച് ചെയ്ത് പറയണം. അതായത് ഞാൻ കോൺഫിഡൻ്റ് അല്ല, ഓക്കെ ഐ വിൽ ബി കോൺഫിഡൻറ്റ് ബൈ സോ ആൻഡ് സോ തിങ്, മീൻസ് ഐ എം നോട്ട് ഏബിൾ ടു വർക്ക് എലോൺ. അപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ അതിനോട് അറ്റാച്ച് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. വീക്ക്നെസ് വിത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനാണ് അതിൻ്റെ പെർഫെക്ഷൻ. സ്ട്രെങ്തിൻ്റെ അകത്ത് നമുക്കിങ്ങനെ പറയാം, വൺ ഓഫ് മൈ സ്ട്രെങ്ത് ഈസ് മൈ സ്ട്രോങ് സെൻസ് ഓഫ് കമ്പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടു പേഷ്യൻ്റ് കെയർ. ഐ ഓൾവേസ് ട്രൈ ടു എൻഷുർ ദാറ്റ് പേഷ്യൻ്റ് ഫീൽ കംഫോർട്ടബിൾ ആൻഡ് സപ്പോർട്ടഡ്. ഐ ആം ഓൾസോ എ ക്വിക്ക് ലേണർ ആൻഡ് അഡാപ്റ്റബിൾ which help me adjust to new situation in a fast-paced healthcare environment. During my clinical training, I worked well in a team and followed instructions carefully, ensuring patient safety. ഇത് എങ്ങനെ നമുക്ക് സ്ട്രെങ്ത് പറയാം. വീക്ക്നെസ്സിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. വീക്ക്നെസ് ഇങ്ങനെ പറയാം, ഐ നീഡ് ടു ഗെയിൻ മോർ കോൺഫിഡൻസ് ഇൻ ഹാൻഡിലിംഗ് എമർജൻസി സിറ്റുവേഷൻ. കോൺഫിഡൻസ് ആണ് നിങ്ങൾ എപ്പോഴും പറയേണ്ടത്. സിൻസ് ഐ ആം ന്യൂലി ഗ്രാജുവേറ്റ്, ഐ സംടൈം സെക്കൻഡ് ഗസ് മൈസെൽഫ് അണ്ടർ പ്രഷർ. അതായത് പ്രഷർ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമെന്നാണ്. ഹൗവർ ഐ ആം ഇംപ്രൂവിങ്, അതാണ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. ഹൗവർ ഐ ആം ഇംപ്രൂവിങ് ദിസ് ബൈ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്ഡ് നേഴ്സസ്, practicing in simulations and staying calm and focused in stressful situations. ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. ഇത് ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും പറയുന്ന രീതിയാണ്. അടുത്ത ചൂടെ സോഫ്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറയാം. സ്ട്രെങ്ത്, ഐ എം എ കമ്പാഷനേറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് നേഴ്സ്. ഐ ഓൾവേസ് ട്രൈ ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് കെയർ ഫോർ മൈ പേഷ്യൻറ്റ് ആൻഡ് വർക്ക് വെൽ ഇൻ എ ടീം. ഐ എം ഓൾസോ എ ക്വിക്ക് ലേണർ ആൻഡ് അഡാപ്റ്റ് ഈസിലി ടു ന്യൂ സിറ്റുവേഷൻ. ഇത് ഒരു സ്ട്രെങ്ത്. ഇതൊക്കെ പറഞ്ഞാൽ മതി. ഇത്ര സിമ്പിളായിട്ട് പറയുന്നതാണ് എപ്പോഴും നല്ലത്. വീക്ക്നെസ്, അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ വേണമെന്ന് പറഞ്ഞു. ആസ് എ ന്യൂ നേഴ്സ് ഐ സംടൈംസ് ലാക്ക് കോൺഫിഡൻസ് ഇൻ ഹാൻഡിലിംഗ് എമർജൻസീസ്, ബട്ട് അതാണ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ. ബട്ട് ഐ എം ഇംപ്രൂവിങ് ബൈ ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്ഡ് നേഴ്സ് ആൻഡ് പ്രാക്ടീസിങ് ടു സ്റ്റേ കാം അണ്ടർ പ്രഷർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് യൂഷ്വലി അങ്ങനെ അധികം ചോദിക്കാറില്ല. അത് ഒരു എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.